അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെളുത്തുള്ളി നടുന്നതാണ് കാണിക്കുന്നത്. അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു ചാക്കെടുത്തിട്ട് സിമെൻറ്റ് ചാക്കെടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ചകിരിയിട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ചമ്മലിട്ട് നമ്മൾ തൊടിയിൽ നിന്ന് മുറ്റൊക്കെ അടിക്കണ കരിയില അതിട്ട് കൊടുക്കുക. നന്നായി അമർത്തി കൊടുക്കുക. ചുറ്റുഭാഗം നന്നായി റൗണ്ടിൽ തന്നെ അമർത്തി കൊടുക്കുക. പിന്നെ ഞാനിട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണ്, ചീമക്കൊന്നൻ്റെ ഇല. അത് നല്ലൊരു പച്ചില വളം തന്നെയാണ്. ചീമക്കൊന്നൻ്റെ ഇല പച്ച ചാണകത്തിന് വെല്ലുന്നാണ് പറയുന്നത്. അത്രയും നല്ല വളം. പിന്നെ കുറച്ചും കൂടെ ഇതേപോലെ ചമ്മലിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഗ്രോ ബാഗ് നമുക്ക് നിറച്ചെടുക്കണം. ഇങ്ങനെ ഫുള്ളായി നിറച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ നല്ല സുഖമാണ്. വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കുക. പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് ലെവലാക്കി കൊടുക്കുക. കുറച്ച് മണ്ണ് മതി, കൂടുതൽ മണ്ണ് വേണ്ട. അപ്പം ഞാൻ ഒന്ന് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉള്ളി അതിലേക്ക് വെച്ച് കൊടുക്കണമല്ലോ. പിന്നെ അത് ഞാൻ കുപ്പിയുടെ മേലെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് മുളപ്പിച്ചെടുത്താണ് വെളുത്തുള്ളി. ഇത് പതുക്കെ വേറെടുത്തെടുക്കണം, വേര് പൊട്ടാതെ എടുക്കണം. ഓരോ ഉള്ളിയും വേറെ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ഇതിലിങ്ങനെ ഓരോ കുഴിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വേര് പൊട്ടാതെ ശ്രദ്ധിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഞാനൊരു 5 ബാഗിൽ ഞാൻ ആക്കി വെക്കുന്നുണ്ട് പെട്ട. ഇത് പിന്നെ ഞാൻ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ മണ്ണിൽ ഈ ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുത്തേരുന്നു. അത് നന്നായി വേരിറങ്ങി പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളത്തിൽ വെച്ചാൽ ഇത് മണ്ണിലിങ്ങനെ വെച്ചോണ്ട് ചകിരിച്ചോറിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് വേണ്ടത്. ഇങ്ങനെ പതുക്കെ അടിഭാഗം നെക്കി കൊടുത്തിട്ട് എടുക്കുമ്പോൾ അടിയിലേക്ക് തന്നെ വേരിറങ്ങി പോയിട്ടുണ്ട്. നന്നായി വേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ. പിന്നെ ഇതുപോലെ കുപ്പിയുടെ മൂടിക്ക് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളമാക്കിയിട്ടാണ് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ തൈയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നിൽക്കും. ഇപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ നട്ടെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നട്ട് വെച്ചതുണ്ട്. അത് വലുതായത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കാൻ കാരണം റുക്കിയാസ് വേൾഡ് കണ്ടതാണ് കേട്ടോ. അതിന് ശേഷമാണ്